തോമാശ്ലീഹായേ 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 അളവില്ല സ്നേഹവാശി കാണിച്ചവനേ, രണ്ടാമനായി പിറന്നിട്ടും സ്നേഹത്തിൽ ഒന്നാമനായവനേ, രണ്ടാമനായി പിറന്നിട്ടും സ്നേഹത്തിൽ ഒന്നാമനായി. Thank you, Carmel and team. I would like to welcome Father George Panathodam, CMI, Catechism Regional Director of West Bengal, to come up for the welcome speech. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശംസുബാദ രൂപതയുടെ അധ്യക്ഷൻ അഭിവന്യ മറാഫേൽ തക്കിൽ പിതാവേ, ശംസുബാദ രൂപതയുടെ വിഗർ ജനറൽ പ്രോട്ടോസിഞ്ചർ ലൂസ് മോൺസിഞ്ഞോർ ഏബ്രഹാം പാലത്തിങ്കൽ അച്ഛാ, കാറ്റഗിസം രൂപതാതല അസിസ്റ്റന്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട വിപിൻ അച്ഛ, വെസ്റ്റ് ബംഗാൾ റീജിയണൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട പോൾ താമരശ്ശേരി അച്ഛ, ഇന്ന് ഓൺലൈനിൽ നമ്മോടൊപ്പം ആയിരിക്കുന്ന കാറ്റഗിസത്തിൻ്റെ രൂപതാതല ഡയറക്ടർ ബഹുമാനപ്പെട്ട സോജി ഉണ്ടുപാലത്ത് അച്ഛ, ബിഹാല യൂണിറ്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോസഫ് പറപ്പള്ളി CMI അച്ഛ, ബിഹാര ഇടവകയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മുണ്ടുവേൽ അച്ഛ, ഓൺലൈനിൽ പങ്കെടുക്കുന്ന ശംഷാബാദ് രൂപതയുടെ വിവിധ റീജിയനുകളിലുള്ള വികാരി ജനറൽ അച്ഛന്മാരെ, കാറ്റഗിസത്തിൻ്റെ റീജിയണൽ ഡയറക്ടേഴ്സ് അച്ഛന്മാരെ,
യൂണിറ്റ് ഡയറക്ടേഴ്സ് അച്ഛന്മാരെ, ഹെഡ് മാസ്റ്റേഴ്സ്, മത അധ്യാപകരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഏറെ സന്തോഷത്തോടെ ഇന്ന് രൂപതാതലത്തിലുള്ള വിശ്വാസ പരിശീലനത്തിൻ്റെ അധ്യയന വർഷം നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഭാരതത്തിലെ രക്തസാക്ഷിത്വത്തിൻ്റെ 1950 വാർഷികം നമ്മൾ ആഘോഷിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഈ അധ്യയന വർഷം ആരംഭിക്കുന്നത്. തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത് വിശ്വാസ പരിശീലനം അമ്മയുടെ ഉദരത്തിൽ നിന്ന് ആരംഭിച്ച് മരണം വരെ എന്നാണ്. വൂംബ് ടു ടൂംബ് എന്നാണ് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ പരിശീലനത്തിൻ്റെ ആവശ്യകത നമ്മളേറെ മനസ്സിലാക്കുന്നവരാണ്. അതുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും കാറ്റഗിസം വളരെ മനോഹരമായി നടക്കുന്നു. പ്രത്യേകമായി ശംഷാബാദ് രൂപതയിൽ ഈ കാറ്റഗിസത്തിൻ്റെ വാർഷികം, ഈ വർഷാരംഭം ഇവിടെ വച്ച് ഈ റീജിയനിൽ വെച്ച് നടത്താൻ അനുവാദം നൽകിയ അഭിവന്യ പിതാവിനും ഡയറക്ടർ അച്ഛന്മാർക്കും രൂപതയ്ക്കും വളരെ സ്നേഹപൂർവ്വം ആദ്യം നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ വെസ്റ്റ് ബംഗാൾ റീജിയൻ എന്ന് പറയുന്നത് ബിഹാറിലുള്ള നമ്മുടെ പാരീഷിലെ കാറ്റഗിസം യൂണിറ്റ്, മുഗന്തപൂർ മാസ് സെൻറ്ററിലെ കാറ്റഗിസം യൂണിറ്റ്, ദുർഗാപൂർ മാസ് സെൻറ്ററിൻ്റെ കാറ്റഗിസം യൂണിറ്റ്, സിലിഗുരിയിലുള്ള മാസ് സെൻറ്ററിൻ്റെ കാറ്റഗിസം യൂണിറ്റ്, ഇതൊന്നുമല്ലാതെ നമ്മുടെ പള്ളികൾ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് കൂടി ഈ വർഷം പശ്ചിമ ബംഗാളിൽ നമ്മൾ കടന്നു ചെല്ലുന്നുണ്ട് എന്നൊരു സന്തോഷ വാർത്ത കൂടി സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ കാറ്റഗിസത്തോടൊപ്പം അഡൽട്ട് കാറ്റഗിസത്തിൻ്റെ പുതിയ വഴികൾ കൂടി പശ്ചിമ ബംഗാളിൽ നമ്മൾ തേടുന്നു. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. അഭിവന്യ പിതാവ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. വിശ്വാസ പരിശീലനമാണ് ഒരു രൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അഭിവന്യ പിതാവിൻ്റെ ഒരു വലിയ അജപാലന നേതൃത്വം നമ്മുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വലിയ ശക്തിയാണ്. പിതാവ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അഭിവന്യമാർ റാഫേൽ തട്ടിൽ പിതാവെ, ഈ ഉദ്ഘാടനത്തിലേക്ക് സ്നേഹപൂർവ്വം പിതാവിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ രൂപതയുടെ പ്രോട്ടോസിഞ്ചല്ലൂസ് വികാരി ജനറൽ മോൺസിഞ്ഞോർ ഏബ്രഹാം പാലത്തിങ്കലച്ചൻ നമ്മോടൊപ്പമുണ്ട്. വിശ്വാസ പരിശീലന കാര്യത്തിൽ എപ്പോഴും നമ്മുടെ കൂടെയുള്ള അച്ഛൻ്റെ ഒരു സാന്നിധ്യം ഇന്ന് ഈ ഉദ്ഘാടന വേളയിലുണ്ട്. ബഹുമാനപ്പെട്ട ഏബ്രഹാം അച്ഛ, എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം അച്ഛനെ സ്വാഗതം ചെയ്യും. ഓൺലൈനിലാണെങ്കിലും ഇന്ന് നമ്മോടൊപ്പം പങ്കെടുക്കുന്ന നമ്മുടെ രൂപതാതല ഡയറക്ടർ ബഹുമാനപ്പെട്ട സോജി മുണ്ടുപാലത്ത് അച്ഛൻ്റെ സ്വതസിദ്ധമായ ഒരു നേതൃത്വ ശൈലിയാണ് നമ്മുടെ രൂപത മുഴുവൻ ഉള്ള വിശ്വാസ പരിശീലന വിഭാഗത്തെ ഇത്രമാത്രം ക്രമീകൃതമായി നിലനിർത്തുന്നത്. ബഹുമാനപ്പെട്ട സോജി അച്ഛനെ ഓൺലൈനിൽ പങ്കെടുക്കുന്നു. അച്ഛനെ വളരെ സ്നേഹപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ മിഷൻ സുപ്പീരിയർ ബഹുമാനപ്പെട്ട പോൾ താമരശ്ശേരി അച്ഛൻ്റെ നേതൃത്വത്തിലാണ് പശ്ചിമ ബംഗാൾ റീജിയൻ മുഴുവൻ വിശ്വാസ പരിശീലനവും അജപാലന കാര്യങ്ങളും മുന്നോട്ട് നീക്കുന്നത്. ബഹുമാനപ്പെട്ട പോൾ താമരശ്ശേരി അച്ഛന് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ രൂപതാതല അസിസ്റ്റന്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ബിപിൻ അച്ഛൻ നമ്മളോടൊപ്പമുണ്ട്. ബിപിൻ അച്ഛൻ്റെ സാന്നിധ്യം നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്നു. ബിപിൻ അച്ഛന് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ ഈ ഓൺലൈൻ ആയി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വിവിധ റീജിയനുകളിലുള്ള വികാരി ജനറൽമാർ ആയ അച്ഛന്മാരുണ്ട്. റീജിയണൽ ഡയറക്ടേഴ്സ്, കാറ്റഗിസത്തിൻ്റെ ഡയറക്ടേഴ്സ് അച്ഛന്മാർ, യൂണിറ്റ് ഡയറക്ടേഴ്സ്, മറ്റ് വികാരി അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ രൂപത ഉടനീളമുള്ള മത അധ്യാപകരെയും പ്രത്യേകിച്ച് ഓൺലൈനിൽ പങ്കെടുക്കുന്ന മത അധ്യാപകരെയും മാതാപിതാക്കളെയും
കുഞ്ഞുങ്ങളെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. മനഃപൂർവ്വം ഞാൻ 2 വ്യക്തികൾക്ക് വേണ്ടി സ്വാഗതം മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അത് ഈ ക്രമീകരണങ്ങളെല്ലാം വളരെ മനോഹരമായി നിർവഹിച്ച ഈ ബിഹാന സെൻറ് തോമസ് ഇടവകയുടെ യൂണിറ്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോസഫ് പറപ്പള്ളി CMI അച്ഛനെയും ഈ പള്ളിയുടെ അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മുണ്ടുവേൽ അച്ഛനെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മത അധ്യാപകരെയും പ്രത്യേകമായി ബിഹാന ഹെഡ് മാസ്റ്റർ സണ്ണി സാറിനെയും എല്ലാ മാതാപിതാക്കളെയും ഈ ബിഹാന ഇടവക അംഗങ്ങളെയും കാറ്റഗിസത്തിലെ കൊച്ചു കുഞ്ഞുങ്ങളെയും എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ടൊരു വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. Thank you, Father George. Next, I would like to invite Mr. Roy Joseph, Catechism teacher, to present the eparchial level report. നമ്മുടെ രൂപതാധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ പിതാവേ, വികാരി ജനറൽ മോൺസിഞ്ഞോർ ഏബ്രഹാം ബാലത്തിങ്കൽ അച്ഛ, പശ്ചിമ ബംഗാൾ മിഷൻ സുപ്പീരിയർ ബഹുമാനപ്പെട്ട പോൾ താമരശ്ശേരി അച്ഛ, രൂപത അസിസ്റ്റന്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട വിപിൻ അച്ഛ, റീജിയണൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോർജ് പനത്തോട്ടം അച്ഛ, ഓൺലൈനിലൂടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കാറ്റഗിസം ഡയറക്ടർ ബഹുമാനപ്പെട്ട സോജി കൊണ്ടുപാലത്ത് അച്ഛ, വികാരി ജനറൽ അച്ഛന്മാരെ, മിഷൻ സുപ്പീരിയേഴ്സ് ആയ അച്ഛന്മാരെ, യൂണിറ്റ് ഡയറക്ടേഴ്സായ അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, ഹെഡ് മാസ്റ്റേഴ്സ്, മതാധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയ കുട്ടികളെ, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയരുത്, ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഷംഷാബാദ് രൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഈ വാക്കുകളിലുണ്ട്. ക്രിസ്തുവിലേക്ക് കുഞ്ഞുങ്ങളെ അടുപ്പിക്കുക, അതുവഴി അവർ ദൈവരാജ്യത്തിൻ്റെ പ്രയോക്താക്കളാവുക. ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ വിശ്വാസ പരിശീലന വിഭാഗം ശക്തമായ നിലയിൽ മുന്നേറുന്നുണ്ട്. 24 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി വ്യാപിച്ച് 70 യൂണിറ്റുകളിലായി 3000-ഓളം വിദ്യാർത്ഥികളും 300-ഓളം മത അധ്യാപകരും ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ വിവിധ പ്രവർത്തനങ്ങൾ: അവധിക്കാല ഓൺലൈൻ ക്യാമ്പ്. 2021-22 കാലഘട്ടത്തിൽ കോവിഡിൻ്റെ ഭീതിയിൽ കുട്ടികൾക്കുള്ള ക്ലാസുകൾ ഓൺലൈനിലാണ് നടത്തിയത്. അതിനാൽ തന്നെ അവധിക്കാല ക്യാമ്പുകളും ഓൺലൈനായി നടത്തുകയുണ്ടായി. എൻഡൂസിയ 2021 എന്ന പേരിൽ 2021 ജൂൺ 1 മുതൽ 15 വരെ നടത്തിയ അവധിക്കാല ക്യാമ്പിൽ 450-ൽ പരം കുട്ടികൾ പങ്കെടുത്തു. വിജയികൾ സമ്മാനം നേടി. കൗൺസിൽ മീറ്റിംഗ്. വർഷത്തിൽ 2 പ്രാവശ്യം കൂടുന്ന കാറ്റഗിസം കൗൺസിൽ കഴിഞ്ഞ വർഷം 2021 മെയ് മാസത്തിലും 2022 മാർച്ച് മാസത്തിലുമായി നടത്തി. മത അധ്യാപനത്തിൻ്റെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. അധ്യയന വർഷ ഉദ്ഘാടനം. 2021-22 വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം ജൂൺ 27-ന് ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി സംപ്രേഷണം ചെയ്തു. എല്ലാ യൂണിറ്റുകളിൽ നിന്ന് പ്രധാന അധ്യാപകർ തിരികൾ തെളിച്ച് അതിൽ പങ്കെടുത്തു. വിവിധ റീജിയനുകളിൽ നിന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ചു. അധ്യാപകരുടെ ക്യാമ്പുകൾ. 9 മേഖലകളായി രൂപതയിലെ എല്ലാ മതാധ്യാപകർക്കായി വിശ്വാസ ദർശൻ എന്ന പേരിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ക്യാമ്പുകൾ നടത്തി. ഇക്കാലഘട്ടത്തിൽ വിശ്വാസ പരിശീലനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഫാദർ വിപിൻ MST ഓൺലൈൻ സെമിനാറുകൾ സംഘടിപ്പിച്ചു. അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവുമായി അന്നേ ദിവസം മതാധ്യാപകർക്ക് സംവദിക്കാൻ അവസരമൊരുക്കുകയും ചെയ്തു. വെബ് സെമിനാർ. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഡിസംബർ മാസങ്ങളിലായി 2 വെബിനാറുകൾ നടത്തി. മാധ്യമങ്ങളെക്കുറിച്ച് ഫാദർ റോയ് കടഞ്ചിറ CMI, ക്രിസ്തു വിജ്ഞാനീയത്തെക്കുറിച്ച് ഫാദർ റാഫേൽ ഐനിക്കലും ക്ലാസുകൾ നയിച്ചു. സെൻറ് തോമസ് ഡേ ആഘോഷം. നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായ മാർ തോമസ് ശ്ലീഹായുടെ തിരുനാൾ വിവിധ ആഘോഷങ്ങളോടെ ഓൺലൈനിൽ നടത്തി. അതോടൊപ്പം കുട്ടികൾക്കായി അഭിമന്യ പിതാവിൻ്റെ സന്ദേശവും ഉണ്ടായിരുന്നു. സ്വർഗാരോഹണ തിരുനാൾ. മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിനോടനുബന്ധിച്ച് ഓൺലൈൻ
വിവിധ റീജിയനുകൾ പ്രോഗ്രാമുകൾ നൽകി സഹകരിച്ചു. മരിയൻ പ്രഭാഷണ പരമ്പര സെപ്റ്റംബർ മാസത്തിലെ മാതാവിൻ്റെ ജന്മതിരുനാളിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 1 മുതൽ 8 വരെ അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവ്, ഫാദർ ഫ്രാൻസിസ് എലവുത്തിങ്കൽ, ഫാദർ ജെയിംസ്, ഫാദർ ടോം, ഫാദർ ജോർജ്, ഫാദർ സെബാസ്റ്റ്യൻ, ഫാദർ ആൻസിലോ, ഫാദർ ജോർജ് പനന്തോട്ടം CMI എന്നിവർ വിവിധ മരിയൻ വിഷയങ്ങളെക്കുറിച്ച് ഓൺലൈൻ പ്രഭാഷണം നടത്തി. ജപമാല മാസം ഒക്ടോബർ മാസത്തിൽ കുട്ടികളിൽ മരിയൻ ഭക്തി വളർത്തുന്നതിനായി 31 ദിവസത്തെ മറിയത്തിന് നിറം കൊടുക്കൽ മത്സരം നടത്തി. വിജയികൾക്കും പങ്കെടുത്തവർക്കും സമ്മാനങ്ങൾ നൽകി. ക്രിബ് ഒരുക്കം ക്രിസ്മസിനോടനുബന്ധിച്ച് കുട്ടികൾക്കായി സുഹൃത പ്രവർത്തനങ്ങളെയും പുണ്യകാര്യങ്ങളെയും ചേർത്ത് വെച്ച് ഉണ്ണീശോയ്ക്കായി ഒരുക്കും എന്ന 25 ദിവസത്തെ പ്രോഗ്രാം നടത്തുകയുണ്ടായി. പരീക്ഷ വർഷത്തിൽ 2 സെമസ്റ്ററുകളായി പരീക്ഷകൾ നടത്തപ്പെടുന്നു. 1ാം സെമസ്റ്റർ പരീക്ഷ ഒക്ടോബർ മാസത്തിലും 2ാം സെമസ്റ്റർ ഫെബ്രുവരിയിലും നടത്തപ്പെട്ടു. സിലബസ് ടെക്സ്റ്റ് ബുക്കുകളെ കൂടാതെ വിശുദ്ധരുടെ ജീവചരിത്രവും ബൈബിൾ ഭാഗവും സഭയെക്കുറിച്ചുള്ള പൊതുവിജ്ഞാനവും അടിസ്ഥാന പ്രാർത്ഥനകളും പാഠ്യഭാഗമാക്കുന്നുണ്ട്. പാഠ്യേതര പ്രവർത്തനങ്ങൾ കലയും സാഹിത്യവും സാമൂഹ്യ പ്രവർത്തനങ്ങളും പാഠ്യേതര വിഷയങ്ങളായി കുട്ടികളെ പരിശീലിപ്പിക്കുന്നു. കുട്ടികൾക്ക് അവരുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകം മാർക്ക് നൽകുന്നു. ലിറ്റോജിക്കൽ മതബോധന വിദ്യാർത്ഥികൾ എല്ലാവരും ആരാധനാകർമ്മ കാര്യങ്ങളിൽ മികവ് പുലർത്തുന്നു. അഴുത്താര ശുശ്രൂഷകളായി ഇവർ ശുശ്രൂഷ ചെയ്യുന്നു. കുട്ടികൾക്കായി പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും കൃത്യമായ ഇടവേളകളിൽ കുമ്പസാരവും അനുദിന വിശുദ്ധ കുർബാന സ്വീകരണവും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. കലോത്സവം നവംബർ മാസത്തോടെ യൂണിറ്റുകളിൽ കലാരചനാ മത്സരങ്ങൾ ഓൺ സ്റ്റേജായും ഓഫ് സ്റ്റേജായും നടത്തി. റീജിയണൽ തലത്തിലും രൂപതാ തലത്തിലും ജനുവരി മാസത്തിൽ ഓൺലൈനായി മത്സരങ്ങൾ നടത്തപ്പെട്ടു. രൂപതാ തലത്തിൽ 2021-22 1ാം സമ്മാനം ഗോവ റീജിയണും 2ാം സമ്മാനം തെലങ്കാന റീജിയനും നേടി. കയ്യെഴുത്ത് മാസിക കുട്ടികളുടെ വര രചനാ വാസനകളെ പ്രോത്സാഹിപ്പിക്കാനായി കയ്യെഴുത്ത് മാസിക മത്സരം നടത്തി. 2021-22 വർഷത്തിൽ സെയിൻറ്റ് അൽഫോൻസസ് ചർച്ച് മനേജ, സെയിൻറ്റ് കുര്യാക്കോസ് ചർച്ച് കോട്ടി, സെൻറ് മേരീസ് ചർച്ച് സുചിത്ര എന്നീ പള്ളികൾ യഥാക്രമം 1, 2, 3 സമ്മാനങ്ങൾ നേടി. ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ വർഷം മതാധ്യാപകർക്കായി സീറോ മലബാർ കാറ്റഗിസം കമ്മീഷൻ നടത്തിയ അധ്യാപക പരിശീലന പരിപാടിയിൽ 250ഓളം അധ്യാപകർ പങ്കെടുത്ത് പരിശീലന സർട്ടിഫിക്കറ്റ് നേടി. കുർബാനയെക്കുറിച്ചുള്ള ക്ലാസുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ബഹുമാനപ്പെട്ട പോളി മണിയാട്ടച്ചൻ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ക്ലാസുകൾ നൽകി. 100-ലധികം പേർ ക്ലാസ്സിൽ പങ്കെടുത്തു. സ്കോളർഷിപ്പ് പരീക്ഷ അധ്യയന വർഷ അവസാനത്തിൽ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി എല്ലാ വർഷവും സ്കോളർഷിപ്പ് പരീക്ഷ നടത്തുന്നു. 80% കൂടുതൽ മാർക്ക് നേടുന്ന കുട്ടികൾ വികാരിയച്ഛൻ്റെ സാക്ഷ്യപത്രത്തോടെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഓൺലൈനായി മത്സര പരീക്ഷയുടെ മാതൃകയിൽ നടത്തുന്നു. കഴിഞ്ഞ വർഷം 180 വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുത്തു. യൂത്ത് കാറ്റഗിസം 12ാം ക്ലാസ് പഠിക്കാനാവാത്തവർ മറ്റു പള്ളികളിൽ വേദോപദേശ ക്ലാസുകൾ പഠിച്ച് മുഴുവിപ്പിക്കാനാവാത്തതുമായ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക യൂത്ത് ക്ലാസുകൾ നടത്തി. സഭാചരിത്രം, ധാർമ്മിക വിജ്ഞാനം, മരിയൻ പഠനം, കൂദാശകൾ, വിശുദ്ധ കുർബാന, വിശ്വാസവും പൈതൃകവും, സഭാവിജ്ഞാനീയം തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് ക്ലാസുകൾ നടത്തപ്പെട്ടു. ചാനൽ ക്ലാസുകൾ ഷെക്കീന, ശാലോ, ഡിവൈൻ എന്നീ ചാനലുകളിൽ നമ്മുടെ രൂപതയിൽ നിന്ന് സെലസ്റ്റീന, സ്റ്റെഫി ഗോവ റീജിയൻ, ഗ്രേഷ്മ ജയ്പൂർ റീജിയൻ എന്നിവർ ക്ലാസുകൾ എടുത്തു എന്നത് അഭിനന്ദനീയമായ നേട്ടമാണ്. യൂട്യൂബ് വിശ്വാസ സംബന്ധമായ വിവിധ വിഷയങ്ങളെക്കുറിച്ച് പ്രഗത്ഭരായ വൈദിക കാറ്റഗിസത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ ക്ലാസുകൾ നൽകുകയും സംശയ നിവാരണങ്ങൾ നൽകുകയും ചെയ്തു. മിഷൻ ക്വിസ് സീറോ മലബാർ മിഷൻ ആസ്ഥാനത്ത് നിന്ന് നടത്തിയ മിഷൻ ക്വിസ് മത്സരത്തിൽ നമ്മുടെ രൂപതയിൽ നിന്നും വളരെയധികം കുട്ടികൾ പങ്കെടുക്കുകയും സമ്മാനാർഹരാകുകയും ചെയ്തു. ന്യൂസ് ബുള്ളറ്റിൻ അതാത് മാസങ്ങളിലെ പ്രധാന പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തി ന്യൂസ് ബുള്ളറ്റിൻ ഓൺലൈനായി ഇറക്കുന്നത് വഴി രൂപതാ കേന്ദ്രവും യൂണിറ്റുകളും തമ്മിൽ കൃത്യമായ ആശയ സംവേദനം നടത്താൻ സാധിക്കുന്നു. ശംഷാബാദ് രൂപതയുടെ മതബോധന വിഭാഗം ഇത്ര ശക്തമായി മുന്നോട്ട് പോകാൻ
എല്ലാ പ്രോത്സാഹനവും സഹകരണവും നൽകുന്ന അഭിമന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിനോടും രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഏബ്രഹാം പാറത്തികളച്ചനോടും രൂപതാ ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ, റീജിയണൽ യൂണിറ്റ് ഡയറക്ടർമാരോടും മറ്റു ഭാരവാഹികളോടും എല്ലാ മതാധ്യാപകരോടും മാതാപിതാക്കളോടും കുഞ്ഞുങ്ങളോടും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജ്വാല തെളിയിക്കാൻ ശംഷാദാബാദ് എന്ന വാക്കിൻ്റെ അർത്ഥമായ സൂര്യശോഭ പോലെ നമ്മുടെ കാറ്റഗിസം വിഭാഗത്തിൽ നാൾക്ക് നാൾ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സമക്ഷം ഈ റിപ്പോർട്ട് ഞാൻ സമർപ്പിക്കുന്നു. ദീപം കൊളുത്തി നാഥ തേടി വരുന്നു ഞങ്ങൾ, നിൻ ദിവ്യ സന്നിധാനം തേടി വരുന്നു ഞങ്ങൾ. ദീപം കൊളുത്തി നാഥ തേടി വരുന്നു ഞങ്ങൾ, നിൻ ദിവ്യ സന്നിധാനം തേടി വരുന്നു ഞങ്ങൾ. ഭൂവിൻ പ്രഭുക്കളെല്ലാം നിന്നെ വണങ്ങിടുന്നു, പാരിൻ പ്രതാപമെല്ലാം നിൻ മുൻപിൽ മങ്ങിടുന്നു. ദീപം കൊളുത്തി നാഥ തേടി വരുന്നു ഞങ്ങൾ, നിൻ ദിവ്യ സന്നിധാനം തേടി വരുന്നു ഞങ്ങൾ. ദീപം കൊളുത്തി നാഥ തേടി വരുന്നു ഞങ്ങൾ, നിൻ ദിവ്യ സന്നിധാനം തേടി വരുന്നു ഞങ്ങൾ. മരണം തളർന്നു താണു, നരകം തകർന്നു വീണു, വിജയം പതഞ്ഞുയർന്നു, വിയതാലയം തെളിഞ്ഞു. ദീപം കൊളുത്തി നാഥ തേടി വരുന്നു ഞങ്ങൾ, നിൻ ദിവ്യ സന്നിധാനം തേടി വരുന്നു. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹമുള്ള ഓൺലൈനിലെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളെ, വാത്സല്യമുള്ള മാതാപിതാക്കളെ, കാറ്റഗിസം ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട യുവജനങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇത് ഓൺലൈനിലൂടെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വി ഹാവ് ദ ടൈം ലിമിറ്റേഷൻസ്. സോ എനിക്ക് തോന്നുന്നു അഡ്രസ്സൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു വിധത്തിലേക്ക് എത്തിച്ചാൽ നമുക്ക് കുറേ എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. പുതിയ അധ്യയന വർഷം വിശ്വാസ പരിശീലനത്തിൻ്റേത് കൽക്കട്ട റീജിയനിൽ നിന്ന് ചെയ്യാൻ കഴിയുന്നതിൽ എനിക്ക് വലിയ ആനന്ദവും അഭിമാനവുമുണ്ട്. നമ്മുടെ എല്ലാ റീജിയനുകളും വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അതിൽ വിശേഷപ്പെട്ട വിധത്തിൽ കൽക്കട്ട റീജിയൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ചാരിതാർത്ഥ്യത്തോടുകൂടി കൽക്കട്ടയിൽ നിന്ന് 2022-23 ശംഷാബാദ് രൂപതയുടെ മതബോധന വർഷം ദൈവാനുഗ്രഹത്തിൻ്റെ കൃപയാചിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെയും മാർ തോമസ് ലീഹായുടെയും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയും അനുഗ്രഹം യാചിച്ചുകൊണ്ട് കൽക്കട്ടയിൽ പ്രത്യേക മധ്യസ്ഥയായിട്ടുള്ള മദർ തെരേസായുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒക്കെ അനുവാദത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ ഏറെ അഭിമാനത്തോടും ആനന്ദത്തോടും അറിയിക്കുന്നു.
കാറ്റഗിസത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാൻ എനിക്കുണ്ട്. പക്ഷെ അതൊന്നും ഈ ഓൺലൈനിലൂടെ നടക്കുന്ന ഈ ഉദ്ഘാടന വേളയിൽ പറയുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. കാറ്റഗിസത്തെ കുറിച്ച് ഈ വർഷം ഞാൻ ഇറക്കിയ സർക്കുലർ നിങ്ങൾ കണ്ടു കാണും. ആ സർക്കുലർ ഓൺലൈനിലെ വാട്സപ്പിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിങ്ങൾക്ക് എത്തുന്നതാണ്. ഈ വർഷം നമ്മൾ കാറ്റഗിസത്തിൻ്റെ മുദ്രാവാക്യമായിട്ട് എടുത്തിരിക്കുന്നത് കാറ്റഗിസം, കാറ്റഗിസ് ആൻഡ് ഇവാഞ്ചലൈസേഷൻ. നമ്മുടെ സുവിശേഷവൽക്കരണത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ് വിശ്വാസ പരിശീലനം. ഞാൻ വൈദികനായിട്ട് 42 വർഷങ്ങൾ പൂർത്തിയാകും ഈ ഡിസംബർ. ഒരു വൈദികനാകണമെന്ന് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞത് എൻ്റെ അമ്മയല്ല, എൻ്റെ പള്ളിയിലെ അച്ഛന്മാർ ഒന്നുമല്ല. ഞാൻ 7ാം ക്ലാസ്സിൽ മതബോധന ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ എന്നെ പഠിപ്പിച്ചിരുന്നത് ഒരു യങ് ഡോക്ടർ സ്റ്റുഡൻ്റാണ്. അദ്ദേഹം MBBSൻ്റെ കൂട്ടത്തിലെ പള്ളിയിലെ മതാധ്യാപകൻ കൂടിയായിരുന്നു. ഞാൻ എല്ലാ ഞായറാഴ്ചകളും പള്ളിയിൽ വായിക്കുന്നത് വളരെ സ്ഫുടമാണെന്നും നിൻ്റെ സ്വരം വളരെ നല്ലതാണെന്നും നീ അച്ഛനായാൽ ഈശോയ്ക്ക് നല്ല ഇഷ്ടമുണ്ടാകും ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത്. ഈ ഇന്നത്തെ ഒരു ഡോക്ടർ, അന്നത്തെ ഒരു ഡോക്ടർ സ്റ്റുഡൻറ്റ്, ഞാനതിനോട് പറയുന്നത് നമ്മൾ പലപ്പോഴും വഴി കാണിക്കുന്നവരും വഴി കുറയ്ക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിലെ കുറേ മതാധ്യാപകരും കുറേ അച്ഛന്മാരും മാത്രമല്ല, ഇടവക സമൂഹം മുഴുവൻ ഈ വിശ്വാസ പരിശീലന കാര്യങ്ങളിൽ പൊതുവായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഞാൻ നമ്മുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും അടിവരയിട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളും മറ്റ് മതവിഭാഗങ്ങളും തമ്മിൽ നടത്തപ്പെടുന്ന വിശ്വാസ പരിശീലനത്തിൽ കത്തോലിക്ക സഭയ്ക്ക് ഉള്ള അക്കാഡമിക് എക്സലൻസ് വളരെ വലുതാണെന്ന് മറ്റാരുടെ മുഖം നോക്കി പറയാൻ എനിക്ക് ഒരു ശങ്കയില്ല. The quality of our formation is extraordinarily excellent. പക്ഷെ ഞാൻ ഇവിടെ പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ നല്ലതാണ്, നമ്മുടെ പരീക്ഷാ സംവിധാനം നല്ലതാണ്, നമ്മുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് വളരെ ഭംഗിയാണ്, എല്ലാം നല്ലതാണ്. എന്നാൽ വിശ്വാസ പരിശീലനത്തിൻ്റെ 2 ഘട്ടങ്ങൾ നിങ്ങൾ തിരിച്ചാൽ ഇറ്റ് വിൽ ബി ഫസ്റ്റ് അക്കാഡമിക് ഫോർമേഷൻ, 2 ലൈഫ് ട്രാൻസ്ഫോർമേഷൻ. ഈ രണ്ടാമത്തെ കാര്യത്തിലേക്ക് എത്തുന്നതിലാണ് നമ്മൾ പരാജയപ്പെടുന്നത്. നമ്മുടെ കുട്ടികൾക്ക് നന്നായിട്ട് മതബോധത്തെ സംബന്ധിച്ചും വിശ്വാസത്തെ സംബന്ധിച്ചും നമ്മൾ അറിവ് കൊടുക്കുന്നുണ്ട്. ആ അറിവ് ഒരു തിരിച്ചറിവാക്കി മാറ്റി അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന വിധത്തിൽ അവരെ കൊണ്ടെത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ലെന്നുള്ളതാണ് നമ്മുടെ പരാജയം. അതുകൊണ്ട് നമ്മുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും വലിയ വിജയം അക്കാഡമിക് എക്സലൻസ് ആണ്. എന്നാൽ അതുകൊണ്ട് നമുക്ക് നേടാൻ സാധിക്കുന്നത് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, തലയ്ക്കകത്ത് അറിവ് കൊടുക്കുന്നതിനപ്പുറത്തെ ഇത് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിലൂടെ ഇന്ന് ഈ അക്കാഡമിക് വർഷം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഫ്രം ദ വൂം ടു ദ ടൂം. അച്ഛൻ പറഞ്ഞ സത്യമാണ്. നമ്മുടെ മാതാപിതാക്കൾ മതാധ്യാപകരാണ്, നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരെ മതാധ്യാപകരാണ്, നിങ്ങൾ കാറ്റഗിസം ടീച്ചേഴ്സ് മതാധ്യാപകരാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഈ ടെക്സ്റ്റ് ബുക്കിലെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് യാഥാർത്ഥ്യത്തിലെ അവരുടെ ജീവിതത്തെ സ്പർശിക്കണമെങ്കിൽ
നമ്മുടെ ജീവിതം ബൈബിളായിട്ട് മാറണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് അത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇംപ്രസ് ചെയ്യുന്നത് പോലെ നമ്മുടെ പാഠപുസ്തകങ്ങളിലൂടെ അറിവ് കുട്ടികളെ ഇംപ്രസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ എപ്പോഴും പറയാൻ ആഗ്രഹമുണ്ട്, നമ്മുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ അക്കാഡമിക് ലാബ് കുറേ കൂടി ശക്തമാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ലൈഫ് ലാബ്, അത് മാതാപിതാക്കളുടെ മാതൃകയാണ്, മതാധ്യാപകരുടെ മാതൃകയാണ്, വൈദികരുടെ മാതൃകയാണ്. അത് ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിയാത്തിടത്തോളം കാലം നമ്മുടെ അക്കാഡമിക് എക്സലൻസ് പാഠ്യപദ്ധതി കഴിയുന്നതോടുകൂടെ അവസാനിക്കും. ഈ ഒരു സന്ദേശം മാത്രം പങ്കുവെച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടെ ഈ അക്കാഡമിക് ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. ദൈവത്തിന്റെ അനുഗ്രഹിക്കുന്നു. মোদেরই পাপ সমস্ত অভিশাপ আসলেন এই পৃথিবীতে, মানুষকে বাঁচাতে স্বর্গ দুয়ার খুলতে মরলেন তিনি ক্রুশেতে। তিনি চোখের জল মুছে দিয়ে মন আনন্দে ভরে দিলে, তিনি চোখের জল মুছে দিয়ে মন আনন্দে ভরে দিলে। আমার যিশু হে, 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 আমার যিশু হে। তিনি চান না কোনো সোনা রূপা, চান না কোনো দামি মুক্তা, চান শুধু মোদের হৃদয়। তিনি চান না কোনো সম্পত্তি, চান না কোনো খ্যাতি, চান শুধু মোদের হৃদয়। তাকে কখনো খুঁজিনি আমি, তিনি আমাকে খুঁজে নিয়েছেন। তাকে কখনো খুঁজিনি আমি, তিনি আমাকে খুঁজে নিয়েছেন। আমার যিশু হে, 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 আমার যিশু হে। ശംഷാബാദ് അധ്യക്ഷൻ, പ്രിയപ്പെട്ട റാഫിത്തലി പിതാവെ, കൽക്കട്ട റീജിയനിലെ മിഷൻ സുപ്പീരിയറായിരിക്കുന്ന ബഹുമാനപ്പെട്ട കോളേജ് രൂപതയുടെ കാറ്റഗിസം ഡയറക്ടർ സൂചിച്ച അച്ഛനെ റെപ്രസെൻ്റ് ചെയ്ത് ഇവിടെ ആയിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട അഭിനയിച്ച കൽക്കട്ടയിലെ റീജിയൻ്റെ കാറ്റഗിസം എന്നല്ല വിവിധ സംഘടനകളുടെയും പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് അച്ഛ, യൂണിറ്റ് ഡയറക്ടർ ജോസഫ് അച്ഛ, പ്രിയമുള്ള അച്ഛന്മാരെ, കാറ്റഗിസം ഹെഡ് മാസ്റ്റേഴ്സ്, വികാരികളുടെ അച്ഛന്മാരും ഡയറക്ടർമാരും കാറ്റഗിസം ടീച്ചേഴ്സും മാതാപിതാക്കന്മാരും കുട്ടികളുമൊക്കെ അടങ്ങുന്ന പ്രിയമുള്ളവർ, ഒത്തിരി സന്തോഷത്തോടുകൂടിയാണ് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ഇവിടെ വെസ്റ്റ് ബംഗാളിൽ ഞാൻ നിങ്ങളോടൊപ്പം പങ്കെടുക്കുന്നത്. ഈ വർഷത്തെ വിഷയമൊക്കെ വിവരിച്ച് അവതരിപ്പിക്കും.
വീണ്ടും കാറ്റഗറിസം ടീച്ചേഴ്സിന് എനിക്ക് തോന്നുന്നത് എനിക്ക് കണ്ടുമുട്ടാനുള്ള അവസരം ഉണ്ടാകാൻ സാധ്യത ഈ വർഷത്തിൽ. അതുകൊണ്ട് വലിയ ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഈ ഉദ്ഘാടന വേളയിൽ സൂചിപ്പിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവസാനിപ്പിക്കാമെന്നാണ്. കുറേ നാളുകൾക്ക് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യുന്ന ഒരു പ്രൊട്ടസ്റ്റന്റുകാരൻ എന്നെ വിളിച്ച് എന്നോട് ചോദിച്ചു, അച്ഛാ എന്നെ ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്തിനാണ്? അപ്പം എന്നോട് പറഞ്ഞ എനിക്ക് റിസർച്ച് നടത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചോദിച്ചു റിസർച്ച് എന്തിനാണ്? കത്തോലിക്ക സഭയെക്കുറിച്ചാണ്. ഞാൻ ചോദിച്ചു നീ എന്താ പഠിക്കുന്നത്? ദൈവശാസ്ത്രമാണോ? അല്ല, ഞാൻ MBA ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളാണ്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ ഒരു സ്റ്റഡി നടത്തുകയാണ്. ലോകത്തുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും ഞാൻ ഏതാണ്ട് ഒരു കുറച്ച് പഠനമൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതിൽ കണ്ടൊരു കാര്യം, ഇന്ന് വരെ ഒരു കുഴപ്പമില്ലാത്ത നിലനിൽക്കുന്ന ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കത്തോലിക്ക സഭ. തുടങ്ങിയപ്പോൾ മുതലേ പ്രശ്നമായിരുന്നു, ഇപ്പോഴും പ്രശ്നമാണ്. അതുകൊണ്ട് ഈ കത്തോലിക്ക സഭയുടെ എല്ലാം മധ്യത്തിൽ നിന്ന് ലോകത്തെ ഇത്രമാത്രം കോടി ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്നൊന്ന് പഠിച്ച് കത്തോലിക്ക സഭയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് ഡോക്ടറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അച്ഛനെ സഹായിക്കുക. ഞാൻ പറഞ്ഞ ജീവിതത്തിൽ ഒരിക്കലും ഈ ഡോക്ടറേറ്റ് പൂർത്തിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ ഏതെങ്കിലും ഒരു രൂപതയോ ഏതെങ്കിലും ഒരു സ്ഥലമോ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നീ പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പൂർത്തിയാക്കാൻ സാധിക്കും. ഞാനൊരു ഡോക്ടറേറ്റ് കഴിഞ്ഞുകൊണ്ട് പറയുകയാണ്. സ്നേഹമുള്ളവരെ, കത്തോലിക്ക സഭ എന്ന് നമുക്കറിയാവുന്നതുപോലെ ഈ ലോകത്തെ രക്ഷയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഉപകരണമാണ്. ഈ കാര്യത്തെക്കുറിച്ച് ലോകത്തിനൊന്നും സംശയമില്ല. ലോകത്തിൻ്റെ ഒരു ഉപകരണമാണ് കത്തോലിക്ക സഭ. ആദ്യ പരദീസായ ദൈവം മനോഹരമായി സൃഷ്ടിച്ച പരദീസ നഷ്ടപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കാനുള്ള ദൈവത്തിൻ്റെ പരിശ്രമത്തിൻ്റെ അവസാന ഭാഗമായിട്ട് തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചു. ആ ഏകജാതം വന്ന് രൂപീകരിച്ച ഈ കത്തോലിക്ക സഭ ഈ ലോകത്തിൻ്റെ വിശുദ്ധീകരണം പൂർത്തിയാക്കി മാത്രമേ അവസാനിക്കുകയുള്ളൂ. കത്തോലിക്ക സഭ പൂർത്തിയാകണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഈ കത്തോലിക്ക സഭയുടെ ആ ലക്ഷ്യം ലോകത്തെ മുഴുവൻ രക്ഷിക്കുക എന്നുള്ള രക്ഷാകര പ്രക്രിയയിലാണ് നമ്മൾ. ആ രക്ഷാകര പ്രക്രിയയിലെ ഉപകരണങ്ങളായിട്ടാണ് ശംഷാബാദ് രൂപത, നമ്മുടെ അഭ്യുന്ന പിതാവ് ഈ രൂപതയിലെ കുട്ടികളാകുമ്പോൾ കുട്ടിയാവുമാണ് പോലീസ് പറയുന്നത് പോലെ കുട്ടികളുടെ ഇടയിൽ കുട്ടിയായിട്ടും മാതാപിതാക്കന്മാരുടെ ഇടയിൽ മാതാപിതാവായിട്ടും കാറ്റഗറിസം ടീച്ചേഴ്സിൻ്റെ ഇടയിൽ കാറ്റഗറിസം ടീച്ചറായിട്ടും അങ്ങനെ എവിടെയെല്ലാം പോകുന്ന പോലീസ് പറയില്ല. ഞാൻ ക്രിസ്തുവിനെ കുറിച്ച് എല്ലാവർക്കും എല്ലാമായിരിക്കുന്ന പോലെ നമുക്ക് നേതൃത്വം കൊടുക്കുന്ന അഭ്യുന്ന പിതാവ് ഈ കാറ്റഗറിസം ഡിപ്പാർട്ട്മെൻറ്റ് രൂപതയുടെ വിശ്വാസത്തിൻ്റെ എല്ലാം മുൻപിൽ നമ്മളോടൊപ്പം ഉണ്ട്. കത്തോലിക്ക സഭയുടെ ഒരു പതിപ്പാണ്, ഒരു പക്ഷേ ഏറ്റവും വലിയ രൂപതയായിട്ട് ശംഷാബാദിൽ മുന്നോട്ട് പോകുന്നു. ആ രൂപതയുടെ വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, വളരെ വലിയ കാര്യമാണ്. ആ കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആളുടെ കഴിവുണ്ട്. കർത്താവ് ശിംശിക തൻ്റെ അപ്പസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കുക. സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കാനുള്ള ആഹ്വാനം ഏറ്റെടുത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിതാവിൻ്റെ പ്രസംഗത്തിലൊക്കെ പറഞ്ഞതുപോലെ മാർപ്പാപ്പായും കർദിനാളന്മാരും മെത്രാപ്പൊലീത്തന്മാരും മെത്രാന്മാരും ഒക്കെ അടങ്ങുന്ന ഈ കത്തോലിക്ക സഭയിലെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരിലൂടെയാണ്. എനിക്ക് തോന്നുന്നത് അതിനപ്പുറത്ത് ഓരോ വിശ്വാസികളുടെയും സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലോടെ അടിവരയിട്ട് പറയുന്നുണ്ട്, നമ്മളെല്ലാ വിശ്വാസികളും സഭയെ പടുത്തുയർത്തുന്നതാണ്, സഭയുടെ ഭാഗമാണ്. അതുകൊണ്ട് കത്തോലിക് സഭ വളർന്നത് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നാണെങ്കിൽ, ആ സഭയെ നയിച്ച ശുശ്രൂഷകരായ അപ്പോസ്തലന്മാരുടെ ചുടുനിന്നാലാണെങ്കിൽ, ഇന്ന് ഈ സഭയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരുമാണ്. അതുകൊണ്ട് കാറ്റഗിസം അല്ലെങ്കിൽ ഫെയ്ത്ത് ഫോർമേഷൻ എന്ന് പറയുന്ന ഒരാളുടെ ഉത്തരവാദിത്വമല്ല, എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന അവരിൽ പ്രമുഖരായിട്ട് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നാണ് എനിക്ക് തോന്നുക കാറ്റഗിസം ടീച്ചേഴ്സ്. ഒരു പ്രതിഫലക്ഷയും കൂടാതെ നമുക്ക് കിട്ടുന്ന രക്ഷയും മാറ്റിവെച്ച് നമ്മുടെ കുട്ടികളെ ദൈവത്തിനായി സമർപ്പിക്കുന്ന ഈ രക്തമെന്നുള്ള ഇതിൽ നമ്മൾ സ്വീകരിച്ച് അവരിലേക്ക് വിശ്വാസ ചൈതന്യം പകർന്നു കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന വിശ്വാസ പൈതൃകത്തിൻ്റെ ഫലമായിട്ടാണ് കത്തോലിക്ക സഭ എന്ന് നിലനിൽക്കുന്നത്. അതിനെതിരെ ഏതെല്ലാം ശക്തികൾ എത്രയെല്ലാം പ്രബുദ്ധമായിട്ട് മുന്നോട്ട് വന്നാലും ഒന്നും നിലനിൽക്കില്ല. കാരണം നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്നുള്ള കർത്താവിൻ്റെ വചനം നമുക്കുണ്ട്. കർത്താവ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ഞാൻ എന്നും നിങ്ങളുടെ കൂടെ അപ്പോസ്തലന്മാർ കൊടുത്ത ഏറ്റവും ഉറപ്പാണ്. പണമല്ല, മറ്റെന്തെങ്കിലും പ്രത്യേകതകളല്ല, അധികാരം കൊടുത്തത് പാപമോചിക്കാനും സ്വർഗരാജ്യത്തിലേക്ക് മനുഷ്യൻ നയിക്കാനും. അതുകൊണ്ട് നമ്മുടെ ഈ യാത്രയിൽ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം കൂട്ടാളികളാണ്, പങ്കാളികളാണ്. ഓരോ ഇടവേളയിലുള്ള കാറ്റഗിസം ടീച്ചേഴ്സ്
അതുപോലെ അവിടെയുള്ള വൈദികര്, സന്യാസികൾ, നമ്മുടെ കുട്ടികളെല്ലാവരും വരും തലമുറയിലേക്ക് ഇങ്ങനെ പകർന്നു കൊടുക്കുന്നത്. ആ പകർന്നു കൊടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായിട്ട് ഇന്ന് രൂപതലത്തിലുള്ള ഈ കാറ്റഗിസത്തിന്റെ ഉദ്ഘാടനം നടന്ന അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം കത്തോലിക്കാ സഭ നമ്മളിലൂടെയാണ് വരും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. നമ്മൾ എത്ര തീഷ്ണതയോടെ കൊടുക്കുന്നു അതനുസരിച്ചാണ് നമ്മുടെ കുട്ടികൾ തീഷ്ണതയിൽ വളർന്നു വരിക. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ ചുടിരക്തം ചിന്തി വാർത്തെടുത്ത കത്തോലിക്കാ സഭയുടെ ഇന്ന് അതേപോലെ തന്നെ നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ചിന്തകളും എല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് നമ്മുടെ സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഈ കാറ്റഗിസം ഫോർമേഷൻ സിസ്റ്റം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും. നമ്മളല്ല സഭയെ നയിക്കുന്നത്, പരിശുദ്ധന്മാരാണ്. പരിശുദ്ധന്മാവിൻ്റെ അഭിഷേകമാണ്. ബലഹീനരായ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ ബലഹീനത എക്സ്പ്രസ് ചെയ്ത അപ്പോസ്തലന്മാര് ശിഖ്യനോത്ശാലയിൽ ഒരുമിച്ച് കൂടിയിരുന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ലോകമെന്നും സുവിശേഷം പ്രസംഗിക്കുന്നവരായി, അവരുടെ ഭാഷ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നതായി. അങ്ങനെയാണ് സഭ വളർന്നെങ്കിൽ ഈ സഭയെ നമുക്ക് മുന്നോട്ട് നയിക്കാം. നമ്മുടെ കുട്ടികൾ ഒരിക്കൽ പോലും വഴിതെറ്റിപ്പോകാത്തവരായി നമുക്ക് അവരെ കൂട്ടിക്കൊണ്ട് പോകാം. വഴിതെറ്റിപ്പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? വഴിതെറ്റിപ്പോകുന്നത് അവർക്ക് വേണ്ട വിധത്തിൽ നമുക്ക് കൂട്ടിച്ചേർത്ത് നിർത്താൻ പറ്റാതെ പോകുമ്പോൾ. ഇന്ന് ലോകത്ത് ഇവരെ ദൈവത്തോട് ചേർത്ത് നിർത്തുക എന്ന് പറയുന്ന വെല്ലുവിളിയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ കത്തോലിക്കാ സഭയിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ധാരാളം പീഡിപ്പിക്കപ്പെടുമ്പോഴും കൊല ചെയ്യപ്പെടുന്നത് ഇതൊന്നും സഭയിൽ ലോകത്തിന് വിഷയമല്ല. അതേസമയം സഭയിൽ എവിടെയെങ്കിലും ചെറിയ അപജയങ്ങളുണ്ടായാൽ അതെല്ലാം എടുത്ത് പിശാചിന്റെ പണിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപജയങ്ങളെയൊക്കെ എടുത്തു മാറ്റിയിട്ട് ദൈവത്തിന്റെ മുഖത്തെ വികൃതമാക്കാൻ പരിശ്രമിക്കുന്നവനാണ് പിശാചെങ്കിൽ ആ പൈശാചിക ശക്തി എന്നും സഭയ്ക്കെതിരെ ശക്തമായിട്ട് പോകുന്നുണ്ട്. ആ ശക്തിക്കെതിരെ പ്രതികരിക്കുന്നതും ആ ശക്തിക്കെതിരെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതും ആ ശക്തിക്കെതിരെ നമ്മുടെ കുട്ടികളെ ദൈവത്തിന്റെ മക്കളായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നതും അവരെ എല്ലാം സ്വർഗരാജ്യത്തിലേക്ക് അനയിക്കാനുള്ള വലിയ ദൗത്യവും നമ്മളിലെല്ലാം നിശ്ചിതമാണ്. ഈ ദൗത്യത്തെക്കുറിച്ച് നമുക്ക് അവസരത്തിൽ ബോധ്യമുള്ളവരായി തീരാം. അതിനുള്ള ഒരു ദിവസം കൂടിയായിട്ട് ഈ ദിവസം മാറട്ടെ എന്ന് മാറുന്നതായിട്ട് ആശംസിക്കാം. ഒപ്പം തന്നെ കാറ്റഗിസം ടീച്ചേഴ്സ് ആൻഡ് ഇവാഞ്ചലൈസേഷനാണ് ഈ വർഷത്തെ വിഷയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാറ്റഗിസം ടീച്ചേഴ്സിൻ്റെ അത്രയും ഇവാഞ്ചലൈസേഷന് വേണ്ടി ശക്തിയുള്ള നമ്മുടെ മാതൃകാ പോലും ശക്തിയോട് കൂടിയിട്ട് നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിലൂടെയാണ് കൊടുക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ വന്ന് കാണുക. അവരവിടെ പോയി താമസിച്ചു. പിന്നെ അവരാരും പോയി അവിടെ പഴയ സ്ഥലങ്ങളിൽ അവർ കെടിപ്പോയി. അതുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികളൊക്കെ നമ്മളിൽ കർത്താവിനെ കാണാനും നമ്മളോടുകൂടി വസിച്ച് കർത്താവിനെ അനുഭവിക്കാനും നമ്മളോടൊപ്പം പ്രാർത്ഥന കർത്താവിൻ്റെ ഭാഗമായി തരാൻ അതുവഴിയായിട്ട് അവരെല്ലാം സ്വർഗരാജ്യത്തെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ദൈവികമായ സ്നേഹത്തിൻ്റെ അനുഭവത്തിലൂടെ മുന്നോട്ട് പോകുന്ന മക്കളാക്കി രൂപാന്തരപ്പെടുത്താനും നമ്മൾ പരിശ്രമിക്കുന്ന ആ പരിശ്രമത്തിൽ വ്യാപകരായിരിക്കുന്ന എല്ലാ ഇടപെടലുകളെയും, എല്ലാ അച്ഛന്മാരെയും, എല്ലാ സിസ്റ്റേഴ്സിനെയും, എല്ലാ കാറ്റഗിസം അധ്യാപകരെയും, നേതൃത്വം കൊടുക്കുന്ന എല്ലാ കാറ്റഗിസം ഹെഡ്മാസ്റ്റർമാരെയും, ഇതിലേക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന കാറ്റഗിസം ടീം എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. ശംഷാബാദ് ജോലിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. നല്ല ടീമാണ് നമ്മുടേത്. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ക്രിസ്തുവിൻ്റെ പടയാളികൾ നമുക്ക് പറയാം. എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും അഭിനന്ദനങ്ങളും നേരുന്നു. കുട്ടികൾക്കെല്ലാം ഈ കാറ്റഗിസം എന്ന് പറയുന്നത് ഒരു മടുപ്പുള്ള കാര്യമൊന്നുമല്ല, മറിച്ച് ആനന്ദത്തോടുകൂടി അവരൊന്ന് പങ്കെടുക്കുന്ന ഒരു അനുഭവമായിട്ട് മാറട്ടെ. കർത്താവിനെ അവർ കണ്ടുമുട്ടട്ടെ, അങ്ങനെ കർത്താവിനോടൊപ്പം വസിക്കട്ടെ, കർത്താവിനോടൊപ്പം അവർ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് അവർ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ പ്രാർത്ഥന മംഗളങ്ങളും ചേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. स्तुति मैं करूं, आराधना करूं दिल से, दिल से। तेरी स्तुति मैं करूं, आराधना करूं दिल से, दिल से। मेरी सांसों में तेरा नाम रहे, मेरी सांसों में तेरा नाम रहे, है प्रभु तू ही तू। तेरी स्तुति मैं करूं, आराधना करूं दिल से, दिल से। तेरी स्तुति मैं करूं, आराधना करूं
जहाँ मेरी नजर जाए वहाँ तेरी स्तुति हो। जहाँ मेरी नजर जाए वहाँ तेरी स्तुति हो। सारी दुनिया का रखवाला तो, सारी दुनिया का रखवाला तो है यीशु। तू ही तो, तेरी स्तुति मैं करूं, आराधना करूं दिल से, दिल से। तेरी स्तुति मैं करूं, आराधना करूं दिल से, दिल से। Sini kami wo Jishu nung hapaidi Kubui koto mano nung le chung noru faidi Chung le chuk jagya chini no khung no no se nango Mera ro khai than satulai suri ui tongo Hallelujah apa kaito Hallelujah Subrai Jisu Hallelujah Hola Tha Hallelujah Hallelujah Chini kami wo Jisu nung hapaidi Kubui kotho mano nung le chung noru paidi Chamung nung mung chuak mai kham juran wai jawi Nono ham jayaro tebo se tongko O subrai chung no tui duldi Chamung nung mung chuak mai kham juran wai jawi Nono ham jayaro tebo se tongko Hamya raidano kibi manyako Eleng jualno boksai sinareng yako Hamya raidano kibi manyako Eleng jualno boksai sinareng yako Hallelujah apa kaito Hallelujah Subrai Jisu Hallelujah Pola Tha Hallelujah Hallelujah നീണാൽ